ഹായ്, SB അരുളിലാണ്. ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങളോട് പാസ് ചെയ്യാനാണ്. ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി കാണും. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 മത്സരത്തിൻ്റെ ആവേശമാണ്. ഞാൻ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ മുന്നിലാണ് ഉള്ളത്. അതിനോടൊപ്പം നിങ്ങൾക്ക് ചില കാര്യങ്ങളുണ്ട്. മത്സരം കാണാൻ നേരെ ഇഞ്ഞ് കയറി വന്നു കഴിഞ്ഞാൽ അങ്ങ് കടത്തി വിടൂല. ചില കടുത്ത റെസ്ട്രിക്ഷൻസ് ഈ മത്സരമായിട്ട് ബന്ധപ്പെടുത്തി BCCI ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സുരക്ഷ അതിശക്തമാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെ ഇവിടെ കൊണ്ടുവരാം, മാച്ചിന് എന്ത് കൊണ്ടുവരരുത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറച്ച് ഒരു അറിവുള്ള ഒരു ഇൻസ്ട്രക്ഷൻ വയ്ക്കും. മത്സരത്തിന് എന്തൊക്കെ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു, അതായത് എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ്. അതെല്ലാം ഇതിനകത്തേക്ക് കടത്തി വിടില്ല. അതെല്ലാം പിടിച്ചു വാങ്ങി വയ്ക്കുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത സാധനങ്ങളുമായിട്ട് മത്സരം കാണാൻ വരരുത്. നോക്ക്, പവർ ബാങ്ക് കൊണ്ടുവരാൻ പാടില്ല. സിഗരറ്റ് ലൈറ്റേഴ്സ്, പുകവലിയൊക്കെ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. സെൽഫി സ്റ്റിക്ക് അറിയാലോ, ഇന്നത്തെ കാലഘട്ടത്തിലുള്ള സെൽഫി സ്റ്റിക്ക് ഉണ്ട്, അത് അനുവദിക്കില്ല. കോയിൻസ്, അതായത് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ നാണയത്തുട്ടുകളുണ്ടല്ലോ, നാണയത്തുട്ടുകൾ പോലും മത്സരത്തിൻ്റെ ഭാഗമായിട്ട് ഗ്രൗണ്ടിൽ കൊണ്ടുവരാൻ പാടില്ല. ഷാർപ്പ് ഓബ്ജക്ട്സ്, അതായത് മൂർച്ചയേറിയ ഉപകരണങ്ങൾ പാടില്ല. വീഡിയോ റെക്കോർഡർ, അതായത് ക്യാമറകൾ ഉപയോഗപ്പെടുത്തിയുള്ള വീഡിയോ റെക്കോർഡർ അനുവദിക്കില്ല. വിസിൽ അറിയാലോ, വിസിൽ പോടുങ്കോ എന്നുള്ള ആഗ്രഹത്തിൽ ആരും വരണ്ട, അത് നടക്കില്ല. ഗ്ലാസ് ബോട്ടിൽസ്, അതായത് ലിക്കർ ബോട്ടിലുകൾ, ബിയർ ഉൾപ്പെടെയുള്ള ബോട്ടിലുകൾ അനുവദിക്കില്ല. കുട അനുവദിക്കില്ല. ഹെൽമറ്റ് അനുവദിക്കില്ല. ഔട്ട്സൈഡ് ഫുഡ്, ആഹാരം പുറത്തുനിന്ന് മേടിക്കാൻ പറ്റില്ല, ഇതിനകത്തുനിന്ന് തന്നെ മേടിക്കേണ്ടതുണ്ട്. ഡ്രിങ്ക്സ്, അതായത് ഡ്രോൺസ്, അതായത് ആകാശത്ത് പറത്തുന്ന ഡ്രോൺസ് അറിയാലോ, അത് അനുവദിക്കില്ല. ദെൻ DSLR ക്യാമറ, മറ്റേ സാധാ മൊബൈൽ ക്യാമറ അല്ലാതെ DSLR ക്യാമറകൾ അനുവദിക്കില്ല. വെപ്പൺസ്, ഒരു ആയുധങ്ങളും കൈവശം കൊണ്ട് കടക്കാൻ പറ്റില്ല. ഫയർ വർക്ക്സ്, ഇല്ലീഗൽ സബ്സ്റ്റൻസസ്, അതായത് ലഹരി പദാർത്ഥങ്ങളായിട്ടുള്ള ഒരു സാധനങ്ങളും അനുവദിക്കില്ല. ഫയർ വർക്ക്സ്, ഈ അറിയാലോ, പടക്കം പൊട്ടിക്കാനുള്ള സാധനങ്ങളൊന്നും അനുവദിക്കില്ല. പെറ്റ് അനിമൽസ്, സ്വന്തം വളർത്തുമൃഗങ്ങൾ പാടില്ല. ടിൻസ് ക്യാൻസ്, അതായത് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, നിങ്ങൾ കൊക്കക്കോള പോലുള്ള ടിൻസ് ക്യാനൊക്കെ ഉണ്ടല്ലോ, അത് അനുവദിക്കില്ല. വുവുസില അറിയാലോ, നമ്മുടെ മത്സരങ്ങൾ നടക്കുമ്പോഴത്തേക്കും മറ്റേ വലിയ ശബ്ദം ഉണ്ടാക്കുന്ന വുവുസില അനുവദിക്കില്ല. ലേസർ പോയിന്റേഴ്സ് അനുവദിക്കില്ല. ഹസാഡിയസ് സബ്സ്റ്റൻസ്, അതായത് അപകടകരമായിട്ടുള്ള ഒന്നും അനുവദിക്കില്ല. കമ്പ്യൂട്ടർ, ടാബ്ലറ്റ്സ് തുടങ്ങി എനി ലിക്വിഡ്സ്, അതായത് ഒരു തരത്തിലുള്ള പാനീയങ്ങളും പുറത്തുനിന്ന് നിങ്ങൾക്ക് ഒരു ഐറ്റം ഡ്രിങ്ക്സ് ഐറ്റംസും കൊണ്ടുവരാൻ അനുവദിക്കില്ല. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതൊന്നും നിങ്ങൾക്ക് ഇതിനകത്തേക്ക് പ്രവേശനമില്ല. കടുത്ത നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ BCCI മത്സരത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തെ സംബന്ധിക്കുന്നിടത്തോളം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന ഒരു മത്സരം ആയതുകൊണ്ട് തന്നെ ടിക്കറ്റുകൾ ഏകദേശം 55,000 പേരാണ് ഇവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി. ഈ 55,000 പേർക്ക് മത്സരം കാണാൻ വരുമ്പോൾ നിങ്ങൾ വെറുതെ കുറേ സാധനങ്ങളും കൊണ്ട് നേരത്തെ ഇവിടെ മത്സരങ്ങൾ കാണാൻ വന്നതുപോലെ വന്നാൽ ഒരു മിനറൽ വാട്ടർ പോലും പ്രവേശനമില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വരുന്നവർ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി. ഹെൽമറ്റ് അനുവദിക്കില്ല. ഒരു തരത്തിലുള്ള ഡ്രിങ്ക്സുകളും നിങ്ങൾക്ക് മാച്ച് കാണാനായിട്ട് ഇതിനകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ബി കെയർഫുൾ. ഇത്തരം സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വേണം വരാൻ, അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ വയ്ക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകില്ല. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് മത്സരം കാണാൻ വെറും കൈയോടെ, ഈവൻ കോയിൻ പോലും നിങ്ങൾ കൈവശം സൂക്ഷിക്കാതെ വരേണ്ടതാണ്. അപ്പോൾ ഒരു മികച്ച മത്സരത്തിനാണ് കാര്യവട്ടം കാത്തിരിക്കുന്നത്. അതിലേക്ക് കടന്നു വരുമ്പോഴുള്ള ചില മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചത്.